വി.ഡി. സതീശൻ സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് ഇന്ന് അവസാനിക്കുകയാണ്. ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ സാധാരണ ഹണിമൂൺ പീരീഡ് എന്ന വാക്ക് കേൾക്കുന്നത്. പുതിയ സർക്കാരിന് നൽകുന്ന ഒരു കൂളിംഗ് സമയമായാണ് 100 ദിവസ കാലയളവിലെ ഈ ഹണിമൂണിനെ കാണുന്നത്. തുടക്കകാലത്ത് ഏത് സർക്കാരിനും പല പിഴവുകളും ഉണ്ടാകാറുണ്ട്. അത് ഹണിമൂൺ പീരീഡിന്റെ ആനുകൂല്യത്തിൽ വിടുകയാണ് ചെയ്യുക. എന്നാൽ 100 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ പരിഗണന ഉണ്ടാകില്ല. സർക്കാരിനെ കണ്ണുമടച്ചെതിർക്കുക എന്നതാണ് പിന്നീട് ഏത് പ്രതിപക്ഷമായാലും ചെയ്യുക. എന്നാൽ ഇവിടെ UDF സർക്കാരിനെതിരെ തുടക്കം മുതൽ ആക്രമിക്കുക എന്ന നയമാണ് LDF സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് ഉണർന്നെണീക്കാൻ പാർട്ടി മറ്റൊരു വഴിയും കണ്ടില്ല. സതീശനെ പോലൊരു നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നൽകുന്നത് സ്വയം കുഴികുത്തലാകുമെന്ന് CPM-ന് നന്നായി അറിയാം. അതുകൊണ്ട് യാതൊരു മയവുമില്ലാതെ CPM-ഉം അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും സർക്കാരിനെതിരെ ആദ്യ ദിനം മുതൽ തെരുവിലിറങ്ങുകയായിരുന്നു. UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇന്ന് സെഞ്ചുറി അടിക്കുകയാണ്. മെയ് 18-നാണ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഈ 100 ദിനത്തിനുള്ളിൽ പല ജനോപകാര പദ്ധതികളും നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചു. അതിൽ പ്രധാനം KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള സൗജന്യ യാത്രയായിരുന്നു. ആശാ വർക്കർമാരുടെ ഉൾപ്പെടെ വേതന വർധനയും രാജ്യത്തിന് മാതൃകയായി വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ നയവും നിലപാടും കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ആദ്യത്തെ ബജറ്റ്. കേരളത്തെ തുറമുഖ നഗരമാക്കുക എന്നതാണ് UDF-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ തന്നെ പറയുന്നുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തീർക്കുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശക്തമായ തീരുമാനങ്ങളും നടപടികളും ഉണ്ടാകുമെന്നാണ് വാഗ്ദാനം. നിലവിൽ സർക്കാർ നടപ്പിലാക്കുന്ന തീരുമാനങ്ങളുടെ ഗുണഫലം അറിയാൻ 6 മാസം കാത്തിരിക്കണമെന്നാണ് സതീശൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കാക്കാം, മാറ്റങ്ങൾ വരട്ടെ. 100 ദിനങ്ങൾ കൊണ്ട് നിരവധി വിവാദങ്ങളും സർക്കാർ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കേന്ദ്രബിന്ദുവാക്കിയുള്ളതായിരുന്നു വിവാദങ്ങളിലേറെയും. പ്ലീഡർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനങ്ങളും ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി പ്രഖ്യാപനവും PM ശ്രീയിലെ മലക്കം മറിച്ചിലും വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റവും സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയും MDMA കേസ് പ്രതികളുമായി അടുപ്പമുണ്ടെന്ന വാർത്തകളും അങ്ങനെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്കും എതിരാളികൾക്കും കിട്ടിയ അവസരങ്ങൾ നിരവധിയായിരുന്നു. എന്നാൽ വിവാദമല്ല, വികസനമാണ് വേണ്ടതെന്ന സുവ്യക്തമായ നിലപാടാണ് സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിവാദങ്ങളുടെ പിറകെ പോയി കേരളത്തിന്റെ ഭാവി തകർക്കാൻ UDF-നെ കിട്ടില്ലെന്ന ഉറച്ച പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ CPM കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന വിവാദങ്ങളെല്ലാം ഒരാഴ്ചയുടെ ആയുസ്സിൽ തകർത്തെറിയുന്നുണ്ട് VDS. ഓരോ ആഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ അതാണ് കാണിച്ചു തരുന്നത്. സതീശന്റെ നാവിന് മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ CPM-ന് സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ നീ എങ്ങനാ സാറേ എന്റെ പ്രവൃത്തികൾ താങ്ങുക എന്ന് ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് VD. സതീശന്റെ ദീർഘവീക്ഷണങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും 3 മാസം കൊണ്ട് തന്നെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വൻ സ്വീകാര്യത നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാനം. ഈ മുഖ്യമന്ത്രി കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കുമെന്ന പ്രത്യാശ ജനങ്ങളിൽ കാണാം. ജൂലൈ 1 മുതൽ സർക്കാർ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചതാണ്. ഓരോ വകുപ്പും മുൻഗണനാക്രമത്തിൽ ഓരോ പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ 20 ദിവസം കൂടുമ്പോഴും അതിന്റെ പുരോഗതി വിലയിരുത്തുന്നു. അത് ജനങ്ങൾക്കും അറിയാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സുതാര്യമായ ഭരണമാണ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വിജയം കണ്ടത് ഈ ഓണക്കാലത്ത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കുത്തഴിഞ്ഞു കിടന്നിരുന്ന സപ്ലൈകോ സംവിധാനത്തെ ശക്തിപ്പെടുത്തി. അത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആശ്വാസം ചെറുതല്ല. എങ്ങനെയാണ് സപ്ലൈകോ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഓണക്കാലം. അതിനു പിന്നിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും ധനമന്ത്രി എന്ന നിലയിലും സതീശന്റെ പങ്ക് നിർണായകമാണ്. അങ്ങനെ ഓരോ വകുപ്പുകളിലും വേണ്ട കൃത്യമായ ഇടപെടലുകൾ നടത്തി ഉപദേശങ്ങൾ നൽകി മികച്ച ടീം വർക്കോടെ മുന്നോട്ട് നീങ്ങുകയാണ് സർക്കാർ. 100 ദിനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പല മന്ത്രിമാരും തങ്ങളുടെ മികവ് പ്രകടമാക്കി കഴിഞ്ഞു. എങ്കിലും അവരിലെ സൂപ്പർ സ്റ്റാർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ. ലഹരി മാഫിയകളെ അടിച്ചമർത്തുന്ന തൂഫാൻ എന്ന ഒറ്റ പദ്ധതിയിലൂടെ കേരളത്തിന്റെ ഹീറോയായി കഴിഞ്ഞു ചെന്നിത്തല. ഓണക്കാലത്തെ പ്രവർത്തന മികവിലൂടെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബും കയ്യടി നേടിക്കഴിഞ്ഞു. ആരോഗ്യവകുപ്പിന് ദിശാബോധം നൽകിയ മന്ത്രി K മുരളീധരനും മിന്നും പ്രകടനമാണ് നടത്തുന്നത്. മെഡിക്കൽ കോളേജിലെ തറയിൽ കിടത്തിയുള്ള ചികിത്സ പഴങ്കഥയായി. പുതിയ 2 മെഡിക്കൽ കോളേജ് കൂടി വരാൻ പോകുന്നു. സർക്കാരിന്റെ തുടക്കകാലത്ത് ആശങ്കയുയർത്തിയ നിപയെ യാതൊരു കോലാഹലവുമില്ലാതെ പിടിച്ചു നിർത്താനും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു. മുഖ്യമന്ത്രി സതീശൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കൂട്ടമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കുമെല്ലാം മുഖ്യമന്ത്രിയെ ഒന്ന് തൊടുക, ഒന്ന് കൈകൊടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക, ഇത്രയും മതി. കഴിഞ്ഞ 10 വർഷമില്ലാത്ത ഈ സ്വാതന്ത്ര്യമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം. മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് വെച്ച് ജനങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ സതീശൻ തയ്യാറാകുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. സുരക്ഷാ വാഹനങ്ങളുടെ വലിയ അകമ്പടിയില്ല. തനിക്ക് കടന്നു പോകാനായി റോഡ് കെട്ടിയടച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ഫോട്ടോ എടുക്കാൻ വന്നാൽ അവരെ ആട്ടിപ്പായിക്കുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കെന്ന് തിരിച്ചു പറയുന്നില്ല. അതൊക്കെ തന്നെ കേരളത്തിലെ വലിയ മാറ്റമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു.
മന്ത്രിമാർക്കും ആർക്കും തന്നെ വലിയ മസിൽപിടുത്തമില്ല. ജനങ്ങളിൽ ഒരാളായാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. മന്ത്രിപദം എന്നത് എന്തോ സംഭവമാണെന്ന തോന്നൽ സമൂഹത്തിലുണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. കേരളം ഈ കാലഘട്ടത്തിൽ അർഹിച്ച മുഖ്യമന്ത്രി തന്നെയാണ് സതീശനെന്നാണ് പ്രായഭേദമന്യേ എല്ലാവരും പറയുന്നത്. എല്ലാ തലമുറയിൽപ്പെട്ടവരോടും സംവദിക്കാനുള്ള മികവ് സതീശനെ വേറിട്ട് നിർത്തുന്നുണ്ട്. എന്തായാലും 100 ദിനങ്ങൾ പൂർത്തിയാക്കുന്ന ഭരണത്തിൽ ജനോപകാരപ്രദമായ പദ്ധതികൾ തന്നെയാണ് UDF അഭിമാനമായി ഉയർത്തിക്കാട്ടുന്നത്.